ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായില്ലേ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിനടുത്തായിട്ടുണ്ട്. അപ്പം കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റ് ആയത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബേബിയുടെ ന്യൂ ബോൺ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വ്ളോഗൊക്കെ എല്ലാ വ്ളോഗും ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷേ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം എനിക്ക് കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് ആവുന്നത്. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ്റെ കാറിലാണ് പോകുന്നത്. നമ്മുടെ കസിനാണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോസിലൊക്കെ. അപ്പോൾ ഞാനും ചേട്ടനും പിന്നെ എൻ്റെ അനിയത്തിയുണ്ട്. ബേബി ഉള്ളതുകൊണ്ട് ഞാൻ അവളെയും കൂടെ കൊണ്ടുപോവാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റേണ്ട അവൾ ഉണ്ണീനെ എടുത്ത് സെറ്റാക്കിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽപ്പിന് വേണ്ടി അവളും കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 28 കഴിഞ്ഞ് അന്നാണ് നമ്മൾ പോണത്. ശരിക്കും പറയുകയാണെങ്കിൽ ന്യൂ ബോൺ ഷൂട്ടൊക്കെ എടുക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് 28 ഡേയ്സിനുള്ളിൽ ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ എന്നാണ്. കാരണം അവരെ റാപ്പ് ചെയ്യുമ്പോൾ അവരതിനുള്ളിൽ കയ്യും കാലൊക്കെ അനക്കാണ്ട് കറക്റ്റ് പൊസിഷനിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു 28 ഡേയ്സിനുള്ളിൽ കൊണ്ടുപോയി എടുത്താലാണ് സെറ്റ് ആവാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കറക്റ്റാണെന്ന് എനിക്ക് പോയപ്പോഴും തോന്നി. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ സൈനപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയിലാണ്. ന്യൂ ബോൺ ബേബീസിൻ്റെ ഷൂട്ട്സൊക്കെ നടക്കുന്ന ഒരു സ്റ്റുഡിയോയിലാണ്. അവിടെ നമുക്ക് അവരുടെ പ്രോപ്പർട്ടീസ് നമുക്ക് റെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ കിട്ടും. അവിടെ തന്നെ ഫോട്ടോഗ്രാഫി അവൈലബിൾ ആണ്. നമ്മുടെ കസിനുള്ളതുകൊണ്ട് നമ്മൾ ആളെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏതൊക്കെ തീമിലാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീം അവരവിടെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അതുപോലെ ബേബീനെ റാപ്പ് ചെയ്യാൻ അറിയാത്തവരാണെന്ന് ഇപ്പം നമ്മൾ പോകുമ്പോൾ ഫോട്ടോ എടുക്കണം. അപ്പം ഞങ്ങളുടെ കസിൻ അറിയുന്നുണ്ടായിരുന്നില്ല, പക്ഷേ നമുക്ക് സ്റ്റുഡിയോയിൽ തന്നെ അവർ റാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും തരും കേട്ടോ. അപ്പോൾ 1 അവറിന് 2000 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. റാപ്പിങ്ങും കൂടി ഇൻക്ലൂഡ് ആണെന്നുണ്ടെങ്കിൽ 500 എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ 1 അവറിന് 2500 ആണ് റേറ്റ് വരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 3 വയസ്സ് വരെ ഏജ് വരെ നമുക്ക് ഉണ്ണികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ, തീം ബേസ്ഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ചെയ്യാം. അതല്ല പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിലേക്ക് എടുക്കണം, കൊണ്ടുപോകണം, എന്നിട്ട് ഔട്ട്ഡോറായിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ചാർജാണ് അവർ പ്രോപ്പർട്ടീസിന് റെൻറ്റ് പറയുക. അത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി നമ്മുടെ ഇഷ്ടത്തിന് ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാ പേജും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നമ്മുടെ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ 3 തീമിലാണ് ബേബിനെ ന്യൂ ബോൺ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മളൊരു ക്രിസ്മസ് തീമാണ് കേട്ടോ ചെയ്തത്. കാരണം ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ക്രിസ്മസ് തീമിൽ ചെയ്യണം എന്ന്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഒരു ക്രിസ്മസ് തീം സെറ്റ് ചെയ്ത് തരാനാണ് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ, ഏത് ബാസ്ക്കറ്റിൽ ഉണ്ണീനൊക്കെ എടുത്തണം, അല്ലെങ്കിൽ എങ്ങനത്തെ ഇതിലാണ് കിടത്തേണ്ടതെന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ കസിൻ്റെ ഒപ്പീനിയനും കൂടി നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. കാരണം നമ്മൾ ചൂസ് ചെയ്യണേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ ഫോട്ടോയിലും ഇതിലൊക്കെ എങ്ങനെ ഭംഗി ഉണ്ടാവുക എന്നുള്ളത് ഫോട്ടോ എടുക്കുന്ന ആളോട് ചോദിച്ചാലാണ് കുറച്ചും കൂടി ഒരു ഇത് കിട്ടുക. ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണുമ്പോൾ എല്ലാം നല്ല ഭംഗികളുണ്ട്, അന്ന് അതെടുക്കാം ഇതെടുക്കാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ആ ചേട്ടൻ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളതൊക്കെ നോക്കി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ ഉണ്ണീനെ പ്രോപ്പറായിട്ട് റാപ്പൊക്കെ ചെയ്ത് തന്നത് കേട്ടോ. അവളിങ്ങനെ എന്താ പറയുക, മാനേജ് ചെയ്യാനായിട്ട് ചേട്ടന് നന്നായി അറിയാം. ഉണ്ണീനെ ഇങ്ങനെ ഉറക്കി കുറച്ച് ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു അവൾ. പക്ഷേ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ അവൾ ഉറക്കായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഷൂട്ടിൽ അവൾ റാപ്പ് ചെയ്യുന്ന സമയത്ത് അവൾ ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ അവളെ ഭയങ്കര കാം ഡൗൺ ആക്കി വെച്ച് മെല്ലെ ഭയങ്കര ഹാൻഡിൽ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം നമുക്കങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇത്ര കുഞ്ഞുണ്ണിയല്ലേ, അപ്പം നമുക്ക് അവളെ റാപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ പേടിയുണ്ട്, എന്തെങ്കിലും ഇങ്ങനെ കമത്തിയൊക്കെ കെടുത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ആ ചേട്ടൻ ഭയങ്കര സൂക്ഷിച്ച് ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ള പോലെ ഭയങ്കര ടൈം എടുത്ത് പതുക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളൊരു 1 അവർ ഷൂട്ടിന് പോയിട്ട് 3 മണിക്കൂറാണ് നമ്മുടെ ഷൂട്ടിൻ്റെ ടൈം എടുത്തത്. കാരണം നമുക്ക് ബേബീനെ കൊണ്ടുപോകുമ്പോൾ 1 അവറിൽ തന്നെ തീർത്തിട്ട് വരാമെന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം അവർ എങ്ങനെയായിരിക്കും, അവരുടെ ഒരു ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ഷൂട്ട് ഈ ഷൂട്ട് കഴിയണവരെയും ഇവൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ഷൂട്ട് ആകുമ്പോഴത്തേനും അവൾ കരഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അപ്പം ഞങ്ങൾ ഫീഡ് ചെയ്ത് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ആൾ പിന്നെ സെറ്റായി. അപ്പം ക്രിസ്മസ് തീമിൽ നമ്മളൊരു ഷൂട്ട് ചെയ്തപ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നു. ഈ ചേട്ടൻ തന്നെയാട്ടോ സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ ഉണ്ണീനെ ഇങ്ങനെ കെടുത്തിയൊക്കെ തരും. നമുക്ക് ഫുൾ നമ്മൾ പറയണ പോലെ നമുക്ക് ഇഷ്ടമുള്ള റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ റെഫറൻസിൽ നമുക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റുഡിയോയിൽ
വന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോസിൻ്റെ റെഫറൻസ് ബുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിലേതെങ്കിലും തീം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ തീമിൽ ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ചേട്ടൻ കോപ്പറേറ്റീവ് ആയിരുന്നു. ഫുൾ നമ്മുടെ ഷൂട്ട് കഴിയണവരെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഉണ്ണീനെ ഫീഡ് ചെയ്യാൻ മാത്രമാണ് ഞാൻ അവളെ എടുത്തത്. പിന്നെ അവൾ കരഞ്ഞപ്പോഴും കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ തന്നെയാണ് അവളെ ഇങ്ങനെ എന്താ പറയുക കാം ഡൗൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നീങ്ങി നിൽക്കണം. അവളെങ്ങനെ റാപ്പ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ചേട്ടൻ പിന്നെ ഉള്ളതുകൊണ്ട് ചേട്ടനാണ് ഫുൾ അവിടെ നിൽക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങോട്ട് നീങ്ങിക്കായിരുന്നു. അപ്പോൾ ഈ ഇതിൽ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈം എടുക്കണ പരിപാടിയാണിത്. നമ്മളൊരു 1 hour തീർത്ത് പോരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം നമ്മളിപ്പോൾ വലിയ ആൾക്കാരുടെ അടുത്ത് പറയണ പോലെ ക്യാമറയിൽ നോക്കി ചിരിക്കുകയെന്ന് പറയുമ്പോൾ അതിന് മാത്രം അവളായിട്ടില്ലല്ലോ. അപ്പോൾ അവളുടെ നല്ല നല്ല പോസ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പോൾ 1 hour എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിട്ടൊരു 3 hour എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിനിടയിൽ ഒരു 1.25 മണിക്കൂർ ഇവൾ കരഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ അവസാനം നമ്മുടെ പേയ്മെൻറ്റ് വരിക ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ. 2000 വരുന്നത് 1 hourനാണ് 2000 പറഞ്ഞത്. ഇൻക്ലൂഡിങ് റാപ്പിംഗ് ചാർജ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ 1 hourന് 2500 ആണ് വരിക. അപ്പോൾ അതനുസരിച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര മണിക്കൂർ എടുക്കണോ അതനുസരിച്ചിട്ട് ആ എമൗണ്ട് ആഡായി വരും കേട്ടോ. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യണ സമയത്താണ് ഇവൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് ഇതിന് മുന്നേ. അപ്പോൾ അത് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കിയപ്പോൾ പിന്നെ ആൾ ഒന്ന് ഓക്കെയായി. അപ്പോൾ അതിന് ആ സമയം കണ്ട് ആ ചേട്ടനിങ്ങനെ റാപ്പ് ചെയ്ത് അവളിങ്ങനെ തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞ് ഭയങ്കര എന്താ പറയുക അവളിങ്ങനെ ഭയങ്കര കാമാക്കി വെച്ചിട്ടാണ് ആൾ ഓരോന്നും ചെയ്യണം. കുറച്ച് ടൈം എടുക്കും. നമ്മളിപ്പോൾ ഞങ്ങൾ പോയത് പിന്നെ ഈ 28 കഴിഞ്ഞ് 28 അന്നാണ് നമ്മൾ ഇവളെയും കൊണ്ട് ഷൂട്ടിന് പോയത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 28 കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഉച്ച തിരിഞ്ഞൊരു 5 മണി 5:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് 6 മണിക്കായിരുന്നു അവിടെ അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഓരോ ഉണ്ണികളെ ഷൂട്ടിന് കൊണ്ടുവരണ കാരണം ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ അറ്റ് എ ടൈം ഒരാളെ വെച്ചിട്ടാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ. അപ്പോൾ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ ടൈം അവർ നമുക്ക് പറയും. ആ ടൈമിൽ നമ്മളവിടെ എത്തണം, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6 മണിയാണ്. അപ്പോൾ ഞങ്ങൾ 5:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 9:45 10 മണി ആയിട്ടോ. അങ്ങനെ പിന്നെ എന്താ, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ 3 തീമിൽ ഫോട്ടോ എടുത്തു. ഒന്ന് ഇങ്ങനെ ഈ ഗ്രീൻ ഷെയ്ഡിൽ അവളിങ്ങനെ കെടുത്തിയിട്ട് ഒരു നേച്ചർ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ഫോട്ടോ ചെയ്തത്. പിന്നെ നമ്മുടെ ബാപ്റ്റിസം ഉണ്ണിയുടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വൈറ്റ് കളർ തീമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തീമിൽ തന്നെ നമ്മൾ നമ്മുടെ ഫാമിലി ഫോട്ടോയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്മസ് തീമിൽ, അങ്ങനെ 3 തീമിലാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ റാപ്പൊക്കെ ചെയ്ത് വെച്ച ആൾ എഴുന്നേറ്റ് വശമായപ്പോൾ ചേട്ടൻ്റെ അവളെടുത്തിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ചേട്ടൻ അവളിങ്ങനെ അവൾക്ക് ഉറങ്ങണമെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിൽ ആട്ടിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആളെ എനിക്കും. അപ്പോൾ ചേട്ടൻ അങ്ങനെ അവളെ ഹാൻഡിൽ ചെയ്ത് മെല്ലെ ഇങ്ങനെ നോക്കണുണ്ട്. ഇവള് സഹകരിച്ചാലാണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ട് നടക്കുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ ഇത്രയും ഇതൊക്കെ കൊടുത്ത് നമ്മൾ ആഗ്രഹിച്ച് വന്നിട്ട് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പുറക്കി കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എഗെയിൻ ആ ക്ലോത്ത് വെച്ച് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് വെച്ച് റാപ്പ് ചെയ്ത് കെടുത്തി ഫോട്ടോസ് എടുക്കണതിൻ്റെ ഇടയിലാണ് അവൾ എണീറ്റ് കരഞ്ഞത്. അപ്പോൾ മേ ബി ഒക്കെ എടുക്കണത് ചിലപ്പോൾ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കൈയും കാലൊക്കെ കെട്ടി വെച്ചിരിക്കല്ലേ. അപ്പോൾ ഇവൾക്കാണെന്നുണ്ടെങ്കിൽ കൈയും കാലൊക്കെ ഇങ്ങനെ നിവർത്തി വെച്ച് കിടന്നാലാണ് സമാധാനമാവുക. അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുമ്പോൾ വലിയ ഇഷ്ടം ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ എണീറ്റതാവാനാണ് ചാൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത തീം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വൈറ്റിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ബാപ്റ്റിസത്തിനും പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോയ്ക്കും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു തീം സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ചേട്ടൻ അങ്ങനെ സെറ്റ് ചെയ്ത് കണ്ട അവളുടെ ഹെയറിൽ ബോയും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അവിടെ ഏസിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇവളെ ഈ റാപ്പ് ചെയ്യുന്ന ക്ലോത്തിന് ഭയങ്കര ചൂട് ഇതാക്കാനുള്ള ഒരു സെറ്റപ്പുള്ള ടൈപ്പ് ക്ലോത്താണ് ഈ നമ്മൾ വിൻ്ററിലൊക്കെ യൂസ് ചെയ്യില്ല. അങ്ങനത്തെ പോലത്തെ ഒരു സ്വെറ്റർ ടൈപ്പ് പോലത്തെ ഒരു ക്ലോത്താണ്. അതുകൊണ്ടാണ് റാപ്പ് ചെയ്യണത്. അപ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങനെ നല്ല ചൂടൊക്കെ കിട്ടിക്കിടക്കണതുകൊണ്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് അവൾ കൈ വലിക്കാൻ നോക്കുന്ന സമയത്ത് കൈ അതിനുള്ളിൽ ഇരിക്കില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവൾ എണീറ്റായിരുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ ചിരിക്കില്ല. അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് അവൾക്ക് എടുക്കണം. അപ്പം കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണിത്. കാരണം നമുക്കറിയില്ല അവളെപ്പോഴാണ് ചിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെപ്പോഴും അലേർട്ടായിട്ടിരിക്കണം, ചിരിക്കുന്ന ടൈമിൽ ക്ലിക്ക് ചെയ്യാൻ കറക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു തീമിലും കൂടെ
ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സെയിം തീമിൽ തന്നെ. അവൾ വേറെ റാപ്പൊന്നും ചെയ്തില്ല, ഇതിൽ തന്നെയാണ് നമ്മൾ എടുത്തത്. കാരണം ഇനി റാപ്പ് ചെയ്യാൻ നിന്ന് എണീറ്റ് അലമ്പാക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്യാം കേട്ടോ, ഷോർട്സിൽ കൊടുക്കാം. അതുപോലെ ഇനിയും നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്, ബേബിയുടെ 28th അതുപോലെ ബാപ്റ്റിസത്തിൻ്റെ ഒക്കെ. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.